നമ്മുടെയൊക്കെ ചുണ്ടുകൾക്ക് നല്ല ചുവപ്പ് കിട്ടണോ? വീട്ടിൽ തേനുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചോ. നിങ്ങൾ എന്നും ഡെയിലി ഇതുപോലെ നിങ്ങൾ ചുണ്ടിൽ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചുണ്ടുകൾക്ക് നല്ല ചുവപ്പും കിട്ടും. ആ ഒരു കറുപ്പും ഒരു കറയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കൂടുതൽ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തേൻ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂണോളം 1.5 സ്പൂണോളം തേൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഉണ്ടെങ്കിൽ പൊടിച്ചിടണം കേട്ടോ. അപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ടുള്ള അംശം കുഴപ്പമില്ല, അതിനകത്ത് കിടന്നങ്ങോട്ട് ഇതായിക്കോളും. അപ്പം ഇങ്ങനെ ഒരു സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്നല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ നീര്, അതല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര്, ഒരു കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, ഒരു പകുതിയോളം വരുന്ന രീതിയിൽ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് വയ്ക്കണേ. പിന്നെ ചുണ്ടുകൾക്ക് നല്ലൊരു ഡ്രൈനെസ്സും അതുപോലെ തന്നെ ചുണ്ട് ഇങ്ങനെ വിണ്ട് കീറി തൊലിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. ചുണ്ടിന് നല്ല തിളക്കവും കിട്ടും, അതിനൊപ്പം തന്നെ ചുമപ്പും കിട്ടും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗ്ലിസറിനാണ് കേട്ടോ. അപ്പോൾ 2 തുള്ളി ഗ്ലിസറിനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ലൊരു സിറവാക്കി എടുക്കുക കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1 മാസത്തോളം ഇരിക്കും. പിന്നെ ഈ ഗ്ലിസറിൻ നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത് കൊണ്ട് ചുണ്ടുകൾക്ക് വരൾച്ച ഉണ്ടാവില്ല. ചുണ്ട് നല്ല തിളക്കത്തോടു കൂടി നല്ല ഡ്രൈൻസ് ഒക്കെ മാറി നമുക്ക് ചുണ്ടുകൾക്ക് നല്ല നിറം കിട്ടാനായിട്ട് നല്ലതാണ്, നല്ല ചുവപ്പ് കിട്ടും. അപ്പം ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെയൊക്കെ മിക്കവരൊക്കെ വീട്ടിൽ ഈ അത്തറിൻ്റെ കുപ്പി ഉണ്ടാവത്തില്ലേ, ഈ അത്തറിൻ്റെ കുപ്പിയിലേക്ക് എടുത്ത് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ചുണ്ടത്ത് ഇങ്ങനെ തേച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമുണ്ടാവും. അതാണ് ഞാൻ അത്തറിൻ്റെ കുപ്പിയിലേക്ക് എടുത്ത് ഒഴിച്ചത്. അപ്പം ഇതിലേക്ക് നിങ്ങളിങ്ങനെ എടുത്ത് ഒഴിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ചുണ്ടിൽ തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കട്ടെ. എന്നും ഡെയിലി തേച്ചോ, ചുണ്ടുകൾക്ക് നല്ല തിളക്കവും കിട്ടും, ഡ്രൈനെസ് മാറും, ചുവപ്പും കിട്ടും. അപ്പം ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാവേ. ബൈ.